വാർത്തയിലേക്ക്. പത്തനംതിട്ട കോന്നിയിലെ പാറമേടിൽ അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശിയെ കണ്ടെത്താനായി കൂറ്റൻ എക്സ്കവേറ്റർ എത്തിച്ചു. അപകടം നടന്ന സ്ഥലത്ത് ലൈറ്റുകൾ സ്ഥാപിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നന്ദുഷ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, രക്ഷാപ്രവർത്തനം എവിടെ വരെയായി? സച്ചിൻ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ആലപ്പുഴയിൽ നിന്ന് എത്തിച്ച കൂറ്റൻ എക്സ്കവേറ്റർ ഇപ്പോൾ അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഹിറ്റാച്ചി ക്യാബിന് മുകളിലെ പാറകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വലിയ നീളമേറിയ ബൂം ഉപയോഗിച്ചാണ് ഈ പാറക്കൂട്ടത്തെ ഇപ്പോൾ ആ ഹിറ്റാച്ചിയുടെ ക്യാബിന് മുകളിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്യാബിന്റെ പരിസരത്ത് തന്നെ അപകടത്തിൽപ്പെട്ട അജയ് റോയ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ വിലയിരുത്തുന്നത്. ഇന്ന് രാവിലെ തന്നെ രക്ഷാപ്രവർത്തകർ ഈ മേഖലയിലെത്തി ഈ ക്യാബിൻ കിടക്കുന്ന അല്ലെങ്കിൽ ആ പാറക്കൂട്ടത്തിന് സമീപം എത്തി കൃത്യമായ ഒരു ആ പ്രദേശത്തെ പറ്റി അല്ലെങ്കിൽ ആ അപകടം നടന്ന ആ ഒരു സ്പോട്ടിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഈ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീളമേറിയ ബൂം ഉപയോഗിച്ചുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ വിപുലമായ ഒരു രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഏതായാലും ഇന്നലെ അകപ്പെട്ട തൊഴിലാളിയുടെ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായത് കാലാവസ്ഥയായിരുന്നു. ഇന്ന് കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമാണോ? ഇന്നത്തെ കാലാവസ്ഥ ഇതുവരെ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഏറെ സമയമെടുത്തതിനാൽ, അതായത് നമുക്കറിയാം രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും പിന്നീട് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ ദൗത്യസംഘം ആവശ്യപ്പെട്ട യന്ത്രങ്ങൾ എത്തിക്കാൻ, ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൂറ്റൻ എക്സ്കവേറ്റർ ഉൾപ്പെടെ എത്തിക്കാൻ കാലതാമസം നേരിട്ടതിനാൽ ഏതാണ്ട് 6 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഇതേ സമയം നമ്മൾ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു വീണ്ടും പാറ ഇടിച്ചിലുണ്ടായി. ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിന്ന് മാധ്യമപ്രതിനിധികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു മേഖലയിൽ പാറ ഇടിഞ്ഞ് വീഴുകയും എല്ലാവരും അവിടെ നിന്ന് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് വലിയൊരു ആശങ്കയിലേക്കൊക്കെ പോയത്. ഈ 50ഓളം വരുന്ന രക്ഷാദൗത്യ സംഘം ഈ മേഖലയിലൊക്കെ വളരെ കരുതലോടെയാണ് ഇടപെട്ടതെന്ന് പറയേണ്ടി വരും. കാരണം രക്ഷാദൗത്യത്തിന് പോകുമ്പോഴും അവരുടെ കൂടി സുരക്ഷിതത്വം നമുക്ക് പൂർണ്ണമായി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാറയിടിച്ചിൽ സാധ്യതയുള്ള മേഖലകൾ മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ചാണ് ഈ ദൗത്യം ഇപ്പോൾ പൂർണ്ണമായും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നീളൻ ഭൂമുള്ള ഈ വലിയ എക്സ്കവേറ്റർ ആലപ്പുഴയിൽ എത്തിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഫയർഫോഴ്സിന്റെ ലൈറ്റുകളും അതോടൊപ്പം നിരവധി വലിയ പ്രകാശ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ വെളിച്ചത്തിന്റെ പരിമിതിയെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ച് ബീഹാർ സ്വദേശിയെ കണ്ടെത്താൻ കഴിയുമെന്നാണോ ഇപ്പോൾ കരുതുന്നത്? അത്തരമൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. ജീവന്റെ ഒരു അംശമെങ്കിലും അജയ് റോയ്ക്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇവിടുന്ന് കണ്ടെത്തി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് തന്നെയാണ് ദൗത്യസംഘം പൂർണ്ണമായും ഉറപ്പ് പറയുന്നത്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ദൗത്യസംഘമെന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അവർ രാവിലെ മുതൽ തന്നെ ഈ മേഖലയിലാകെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യന്ത്ര സംവിധാനം ഉൾപ്പെടെ എത്തിക്കുന്നതിലുണ്ടായ കാലതാമസം, അതുമൂലം ഉണ്ടായ ജില്ലാ ഭരണകൂടത്തിനെതിരായി വിമർശനം ഉണ്ടായിട്ടുണ്ട്. പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ ജില്ലാ ഭരണകൂടത്തെ വിമർശിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനത്തെ വിലകുറച്ച് കാണാനാവില്ല. അവർ ഇന്നലെ മുതൽ തന്നെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് അജയ് റോയ്ക്ക് വേണ്ടി ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് അവർക്ക് ഏറ്റവും ദുർഘടമായ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നത്. ഇന്ന് അത്തരമൊരു സാഹചര്യമല്ല, കുറച്ചുകൂടി തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു വൈകുന്നേരം വരെ. ഇന്നലെ പെയ്തതുപോലെ മഴ പെയ്തിരുന്നില്ല. ഇന്ന് രാവിലെ മഴയുടെ സൂചന അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മഴ പെയ്തിരുന്നെങ്കിൽ പോലും ആ മഴ കനക്കും മുൻപ് തന്നെ പ്രവർത്തകർക്ക് ഈ ഹിറ്റാച്ചിയുടെ ക്യാബിൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാനും കൃത്യമായി ആ സ്പോട്ട് മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ അവർ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ നിന്നും ഈ കൂറ്റൻ യന്ത്രം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ യന്ത്രം ക്യാബിന് മുകളിലുള്ള പാറക്കൂട്ടം മാറ്റുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തകർ ഈ ആ പ്രദേശത്തേക്ക് തന്നെ ഇറങ്ങുകയും കൂടുതൽ വിപുലമായ, അല്ലെങ്കിൽ രാവിലെ 4 രക്ഷാപ്രവർത്തകരാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഈ പാറക്കൂട്ടം മുഴുവനായി മാറ്റാൻ സാധിച്ചാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് ഇറങ്ങി അജയ് റോയ്ക്കായി കുറച്ചുകൂടി സൂക്ഷ്മമായ അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായ ഒരു തിരച്ചിൽ
സാധ്യമാക്കാനാകുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വാസം. ഏതായാലും അജയ് റോയ്ക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ രാത്രിയിൽ ഈ വെളിച്ചമില്ലായ്മയിലും അല്ലെങ്കിൽ ഈ പറയുന്ന വൈകിയ വേളയിലുമൊക്കെ പരിമിതികളെ ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ ഈ അജയ് റോയ്ക്കായി ഇപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. സന്തോഷ, ഇപ്പോഴും കളക്ടറുടെ നേതൃത്വത്തിലാണോ രക്ഷാപ്രവർത്തനം? തീർച്ചയായും സത്യം, രാവിലെ കളക്ടർ ഇവിടെ എത്തിയിരുന്നു. രാവിലെ കളക്ടർ ഇവിടെ എത്തി യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിക്കാനായി അദ്ദേഹം ഇവിടെ നിന്നും മാറി, അതായത് തിരുത്തി ജില്ലാ ആസ്ഥാനത്തേക്ക് തന്നെ പോയിരുന്നു. പിന്നീട് അവിടെ നിന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് പിന്നീട് യന്ത്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ ആലപ്പുഴയിൽ നിന്ന് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദൗത്യ സംഘം എത്തിയത്. ഏതായാലും അതിനനുസരിച്ച് യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹവും ഈ അപകട സ്ഥലത്തേക്ക് തന്നെ എത്തി. ഏതായാലും ഈ എക്സ്കവേറ്റർ നിലവിലുള്ള സ്ഥലത്ത് തന്നെ ജില്ലാ കളക്ടറും കൊണ്ട് അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളോടൊപ്പം ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പം മുമ്പ്, അതായത് വൈകുന്നേരമൊക്കെ നമുക്ക് വളരെയേറെ കരളരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അജയ് സഹോദരൻ ഇവിടെ എത്തി ഈ അപകടം നടന്ന സ്ഥലത്തെ നോക്കി നിസ്സഹായനായി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരുമ്പിക്കൊണ്ട് സഹോദരനെ രക്ഷിക്കണം എന്ന് പറയുന്നതും നമ്മൾ കണ്ടു. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുമാണ് വളരെ ദുഷ്കരമെങ്കിലും ജീവൻ പണയം വെച്ചുള്ള ദൗത്യമാണെങ്കിൽ പോലും അപകടകരമാണെങ്കിൽ പോലും അതൊക്കെ അപകട സാഹചര്യത്തൊക്കെ താൽക്കാലികമായി മാറ്റി നിർത്തിക്കൊണ്ട് ഇത്രയധികം 48ഓളം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഈ വൈകിയ വേളയിലും രക്ഷാപ്രവർത്തനവുമായി രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പാറ, അതായത് ക്യാബിന് മുകളിൽ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയുടെ ക്യാബിന് മുകളിൽ ഉണ്ടായിരുന്ന പാറ പൂർണ്ണം നീക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ ഹിറ്റാച്ചിയുടെ, അല്ലെങ്കിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയുടെ ക്യാബിൻ കുറച്ചുകൂടി വ്യക്തമായി തെളിഞ്ഞു കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി പാറക്കൂട്ടവും കൂടി പൂർണ്ണമായി മാറ്റിയാൽ ആ ഹിറ്റാച്ചിയുടെ ഭാഗത്തെ കാഴ്ച കൂടുതൽ വ്യക്തമാകും. ആ വ്യക്തതയുള്ള ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ തുടങ്ങി ഭാരമുള്ള പാറകഷ്ണങ്ങൾ മാറ്റുന്നതിന് യന്ത്രസഹായവും അതല്ലാതെ മനുഷ്യസാധ്യമായ ചെറിയ പാറകഷ്ണങ്ങൾ രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ട രക്ഷാപ്രവർത്തകരും സ്വന്തം കൈകാലം തന്നെ എടുത്ത് മാറ്റിയും ആ ഭാഗമാകെ ക്ലിയർ ചെയ്തുകൊണ്ട് അജയ് റോയെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ വിലയിരുത്തുന്നത്. ഇന്നലെയാണ് 2 പേർ പാറമടയിൽ കുടുങ്ങിക്കിടന്നത്. കൂറ്റൻ പാറ ഹിറ്റാച്ചിക്ക് മേൽ മുകളിൽ വീണിട്ടായിരുന്നു അപകടം സംഭവിച്ചത്. ഒരു ജാർഖണ്ഡ് സ്വദേശിയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തി. കൂടെ ഉണ്ടായിരുന്ന ബീഹാർ സ്വദേശിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാത്രി വൈകിയും തിരച്ചിൽ തുടരുന്നത്. ഇന്നലെ മുതൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിരുന്നു കാലാവസ്ഥ. മഴയും ഈ സംഭവ സ്ഥലത്തേക്ക് പാറകൾ ഇടിഞ്ഞു വീഴുന്നതും രക്ഷാപ്രവർത്തകരെ ദൗത്യത്തിൽ നിന്ന് പിൻവലിച്ചു. ഇപ്പോൾ വീണ്ടും കളക്ടറുടെ നേതൃത്വത്തിൽ NDRFും SDRFും ചേർന്ന രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നന്ദുഷയുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ,